ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഫുള്ളൊന്നും ഷൂട്ടാക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ഫോണിൽ സ്പേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനലിലെ ഏറ്റവും ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് സംസാരിച്ചുകൊണ്ടുള്ള. ഇതിന് മുമ്പത്തെ ട്രിപ്പ് വ്ലോഗായിരുന്നു, അതൊരു മെമ്മറിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നീക്കാനൊരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് നമ്മൾ ചെറുതായിട്ടുള്ളൊരു സ്കിൻ കെയർ പരിപാടിയിലേക്കാണ് കടന്നു. സ്കിൻ കെയർ ഒക്കെ വെറും ഷോ ഓഫ് മാത്രമാണ് സത്യം പറഞ്ഞാൽ. കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെയ്തതാണ്. എപ്പോഴേലൊക്കെ ഉണ്ടാവുള്ളൂ, എപ്പോഴൊന്നും ഉണ്ടാവില്ല. പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവൊക്കെ ആവണമല്ലോ അത് വിചാരിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിങ്ങനെ ഏതായാലും വീഡിയോ ഒക്കെ എടുത്തപ്പോൾ കുറച്ച് ഹെയറിൻ്റെ ഷോപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തി. ഞാൻ കുറേ മുമ്പ് ഹെയർ നല്ല ഷോർട്ടാക്കി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ലെങ്ത്ത് വെച്ച പോലെയൊക്കെ ഇങ്ങനെ തോന്നി ഇതിങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അതും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എന്താ പറയുക, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അച്ചാറും ഇതൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഫുഡിൻ്റെ കൂടെ അച്ചാർ എനിക്ക് പോകും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് എന്തൊക്കെയോ ടി വിയിൽ എന്തൊക്കെ കണ്ടിട്ട് ഉപ്പുമുളക് കണ്ടിട്ടേനു ഫുഡ് കഴിച്ചത്. എന്തെങ്കിലുമൊക്കെ കാണും. ഫോൺ വെച്ചിട്ട് അധികം ഫുഡൊക്കെ കഴിക്കൽ. ഫോൺ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ടി വി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ചെറുതായിട്ട് വീട്ടുപണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്ററുമാണ് ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യൽ. അപ്പോൾ ഓൾ അടിച്ചു വരികയാണെങ്കിൽ ഞാൻ തുടക്കുകയാണെങ്കിൽ ഓൾ അടിച്ചു വരിക. ഞങ്ങളിങ്ങനെ ആ ഷിഫ്റ്റിലങ്ങനെ പോകും. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുളിയൊക്കെ ഇങ്ങനെ പാസ്സാക്കി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന്. ലഞ്ചിന് നമുക്ക് ബിരിയാണിയൊക്കെ ആയിരുന്നു. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് ഗായ്സ്, ചെറുതായിട്ട് പനിയൊക്കെയാണ്, അതുകൊണ്ടാണ് സൗണ്ട് പോയത്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ടൈം പാസ് പരിപാടി പറഞ്ഞാൽ ഇതാ കാണുന്ന ജേർണലാണ്. ഞാൻ പുതിയൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബുക്ക് വാങ്ങിയതും പിന്നെ ജേർണൽ ചെയ്യണതൊക്കെ. ഇനിയും കുറേ ജേർണൽ വീഡിയോസ് വരും ഇൻഷാ അല്ലാഹ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേർണൽ ചെയ്യാൻ. നമ്മൾ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ജേർണൽ ചെയ്ത ഒരു റിലീഫാണത്. അവയ്ക്ക് ഞാൻ +2 കുറേ മൊമെൻറ്റ്സും മെമ്മറീസൊക്കെ കുറേ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന്. ഇപ്പം ഡെയിലി എനിക്ക് ജേർണൽ ഇരിക്കലാണ് കേട്ടോ പണി. അപ്പോൾ അത് ചെയ്തു. എൻ്റെ ബർത്ത്ഡേൻ്റെ ആയിരുന്നു ഞാൻ അന്ന് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഏതെങ്കിലും ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. തലേന്ന് ഞാൻ ഒറ്റയ്ക്ക് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനിയത്തേക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓളത് കച്ചറ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകുന്നേരം അന്ന് ഓക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് സംഭവം. കോൾഡ് കോഫി ഉണ്ടാക്കാനും നല്ല ബുദ്ധിമുട്ടത്. അതിൻ്റെ ആ മിക്സ്ചർ ആ ഒരു ടെക്സ്ചർ വരാൻ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഓളെ കൊണ്ട് തന്നെ അത് നല്ല കുലുക്കി ഇതാക്കി. സംഭവം ഇവിടെ ബീറ്റർ ഉണ്ടെങ്കിലും അത് പിന്നെ കഴുകി വെക്കണ്ടേ എന്നൊക്കെയുള്ള മടിക്ക് ഞാൻ എന്ത് ചെയ്ത് ഓളെ കൊണ്ട് തന്നെ അങ്ങോട്ട് കുലുക്കി റെഡിയാക്കിയത്. പിന്നെ ഓള് റെഡിയാക്കിയുണ്ട്. ഓക്ക് തന്നെ ഗ്ലാസ്സിൽ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെന്നെ അത് ഗ്ലാസ്സിൽ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓള് പാലിൻ്റെ കവർ പൊട്ടിച്ചത് നല്ല ഇതായതുകൊണ്ട് ഉമ്മച്ചി അങ്കത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയാണ് പാലൊക്കെ ഗ്ലാസ്ക്ക് പാർന്ന് റെഡിയാക്കിയത്. അങ്ങനെ പിന്നെ നമ്മളെ കോൾഡ് കോഫിയൊക്കെ അങ്ങോട്ട് സെറ്റായി, നമ്മളത് അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ പിന്നെ നൈറ്റ് ആയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മൂഡ് വന്നതാണ് എൻ്റെ സ്കിൻ കെയർ മേക്കപ്പ് ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ. അത് എപ്പോഴും വരുന്ന മൂഡൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന മൂഡാണ്. അപ്പോൾ പിന്നെ ഏതായാലും വീഡിയോ എടുക്കുകയും കൂടെ അല്ലേ വിചാരിച്ചിട്ട് അതങ്ങോട്ട് ആക്കാൻ തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കൽ നടക്കും, ക്ലീൻ ആക്കൽ നടക്കും, എങ്ങനെ ഡരിക. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കൽ തുടങ്ങി ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫേവറേറ്റ് ഐഷാഡോ പാലറ്റ് വീണ് പൊട്ടി. അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഗേൾസിന് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഭയങ്കര വിഷമം. പിന്നെ ഞാൻ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് എൻ്റെ പൗച്ചിൽ എവിടേക്കോ പോയി വന്നപ്പോൾ എടുത്തിട്ടുള്ളതാണ്. എന്നോ കാലം അതിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതുവരെ അതിൻ്റെ ശരിക്കും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ തട്ടിക്കൊട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നത്തോ കാലത്ത് വാങ്ങിയ കുറേ നെയിൽ പോളിഷ്, നെയിൽ റിമൂവർ, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐലൈനറൊക്കെ ഡേറ്റ് കഴിഞ്ഞ ഐലൈനറൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാനതൊക്കെ എടുത്ത് ഒഴിവാക്കി. വേണ്ടാത്ത പ്രൊഡക്ട്സൊക്കെ എടുത്ത് ഒഴിവാക്കി. നല്ലതൊക്കെ തോത്തി തുടച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഈ ഒരു ഹോൾഡറും ഓർഗനൈസറും ഞാൻ മീഷോന്നായിരുന്നു വാങ്ങിയതായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇയറിങ്സിൻ്റെ സെക്ഷനും അങ്ങനെ മറ്റേൽ കുറച്ച് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഏറെക്കുറെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാലും എൻ്റെ എല്ലാം ഒന്നും ഇതിൽ കൊള്ളൂല, അത് വേറെ കാര്യം. എന്നാലും നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക്
വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്കെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാം. അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഇത് ഒരു ക്ലീനിങ് വ്ളോഗായോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. കാരണം കൂടുതൽ ഷോട്ടും ഇതിൻ്റെയാണ്. ക്ലീനാക്കിയാണ് കഴിയണ്ടേന്നില്ല, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാണാതെ പോയ ലിപ്സ്റ്റിക് പാലറ്റൊക്കെ തിരിച്ച് കിട്ടി. അതിൻ്റെ സന്തോഷമൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ട്. ഞാൻ ഈ ക്ലീനിങ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫോണിൻ്റെ സ്പേസ് കഴിഞ്ഞു ഗൈസ്. സോ എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ബാക്കിയുള്ള ഒരു ക്ലിപ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ. തന്നെ ഞാൻ കുറേ പ്രൊഡക്റ്റീവ് ആക്കിയതാണ്. അല്ലെങ്കിൽ ഫുള്ള് ഫോണും വർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അതുകൊണ്ട് ഫസ്റ്റത്തെ ലോങ് വീഡിയോയും കൂടെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തില്ല. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാകും. എല്ലാവരും ക്ഷമിക്കാം. ഇനിയുള്ള വീഡിയോസിൽ നമുക്കത് സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.